പഫ് സ്ലീവിൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാണ് കേട്ടോ. ഇതിപ്പോൾ ക്ലോത്താണെന്ന് സങ്കല്പിക്കുക കേട്ടോ. ഇപ്പോൾ ക്ലോത്തിൽ നമ്മൾ കണ്ടോ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് ക്ലോത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 5 ഇഞ്ച് വിടുക. ഇവിടുന്ന് ഇങ്ങോട്ട് 5 ഇഞ്ച് വിട്ടു കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് നിങ്ങൾ 21 ഇഞ്ചാണ് ലെങ്ത്ത്. ഇപ്പോൾ നിലവിൽ 21 ഇഞ്ച് ലെങ്ത്ത് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇവിടെ മടക്കി അടിക്കാൻ 1 ഇഞ്ചും 1/2 ഇഞ്ച് ഇവിടെ പിന്നെ മുകൾ ഭാഗത്തേക്ക് അത് ഇതിലെടുത്താൽ മതി. 1/2 ഇഞ്ച് നമുക്ക് ഇവിടെ കൊടുക്കേണ്ട 1/2 ഇഞ്ച് ഇവിടെ കൂട്ടിയാൽ മതി. ഓക്കെ, അത് കൂട്ടിയിട്ടാണ് ഈ 5 ഇഞ്ച് എന്ന് സങ്കല്പിച്ചാൽ മതി. ഇവിടെ താഴ്ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച്, ഇപ്പോൾ 21 ഇഞ്ച് ലെങ്ത്ത് ഉള്ള ആൾക്ക് പ്ലസ് 1 കൂട്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഒരു വ്യക്തിൻ്റെ ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക. ഈ 5 ഇഞ്ച് ഇവിടെ നിന്നോട്ടോ കേട്ടോ. ചെസ്റ്റ് അളവിനെ 4 കൊണ്ട് അരിച്ച അളവാണ് നമ്മൾ ഇവിടെ. എക്സാമ്പിൾ 36 നമ്മൾ പിന്നെ 4 കൊണ്ട് അരിച്ചപ്പോൾ നമുക്ക് 9 കിട്ടി. ആ അളവാണിത് കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഇത് ഷെയ്പ്പ് ചെയ്യുകയാണ്. ഷെയ്പ്പ് ചെയ്യുമ്പോൾ ചെസ്റ്റിനെ 10 കൊണ്ട് അരിച്ചാൽ മതി കേട്ടോ. ചെസ്റ്റിനെ 10 കൊണ്ട് അരിച്ചിട്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് കണ്ടോ ഇതിലേക്ക് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതിൽ നിന്ന് ഇതിലേക്ക് വരച്ചു. ഇവിടെ കയ്യിൻ്റെ അടിലൂസ് ഒരു 5 ഇഞ്ച്, 5 4.5 ഒക്കെ മതിയാവും. നല്ല ഫുൾ കൈ താഴോട്ടാണെങ്കിൽ നമ്മൾ ഇവിടെയാണ് അളവ് എടുക്കേണ്ടത്. ഇവിടുത്തെ അളവ് കിട്ടിയെങ്കിൽ ഇങ്ങോട്ട് കയറുള്ളൂ കേട്ടോ. ഇവിടുത്തെ കറക്റ്റ് അളവ് എടുത്താൽ അങ്ങനെയാണ് എടുത്തിടുക. അപ്പോൾ അല്ലെങ്കിൽ നമ്മളിതിനെ ഇവിടെ ഓപ്പൺ വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓപ്പൺ വെക്കാത്ത കൈയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ചുറ്റളവ് നമ്മൾ എടുത്തിട്ട് അതിനെ പകുതിയാക്കിയിട്ട്, അപ്പോൾ ഇവിടെ ഇപ്പോൾ എനിക്കൊരു 9 ഒക്കെ ഉണ്ടാവും. അപ്പോൾ 9 ആകുമ്പോൾ പിന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ഒരു 4.5, 9ൻ്റെ പകുതി 4.5 എടുത്തു. പിന്നെ അതിലേക്ക് പ്ലസ് 1 ഇഞ്ച് തുമ്പും. അതാണ് ഇവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കേട്ടോ. കണ്ടോ, ഇങ്ങോട്ട് വന്നു. പിന്നെ ഈ 5 ഇഞ്ച് ആ 5 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു. കണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് കണ്ടോ ഇതിലേക്ക് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കയ്യിൻ്റെ പഫ് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എന്നിട്ട് ഇതിനെ മൊത്തം നമ്മൾ ഞെറിവിടുക ചെയ്യാം. ഇവിടെ ഒരു മാർക്കിംഗ്, ഒരു ചെറിയൊരു കട്ടിങ് കൊടുക്കുക. ഇവിടെ ഇത്ര ക്ലോത്തിൻ്റെ ദൂരം ആവണ വരെ നമ്മളിത് ഞെറിവിടുക. അപ്പോൾ മുകൾ ഭാഗത്ത് മാത്രമുള്ള പഫായി വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, പിന്നെ പൊതുവെ നമ്മൾ ഞെറിവിടുമ്പോൾ 2 ഭാഗത്തുനിന്നും സെൻറ്ററിലേക്ക് വരണം കേട്ടോ. ഈ സെൻറ്റർ ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ കയറിയിടുക. ആ ഭാഗത്തുനിന്നും ഇങ്ങോട്ട് വരിക. 2 ഭാഗത്തുനിന്നും ഒരേ ദിശയിലേക്ക് വരുമ്പോഴാണ് കറക്റ്റായിട്ട് വൃത്തിക്ക് വരിക കേട്ടോ. അപ്പം അങ്ങനെയും കൂടി ശ്രദ്ധിച്ചാൽ മതി. ഇതൊന്നൊരു സ്റ്റുഡൻറ്റിന് ഡൗട്ട്സ് ക്ലിയർ